നമസ്കാരം. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ BJPക്കിടയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഒരു ആത്മഹത്യ എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നു. തൃക്കണ്ണാപുരം സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനന്ദ് BJP പ്രവർത്തകനാണ്, RSS പ്രവർത്തകനാണ്. ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് BJP നേരത്തെ തന്നെ പ്രതീക്ഷകൾ കൊടുത്തിരുന്നു. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇദ്ദേഹത്തിനെ ആയിരിക്കും സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളൊരു സൂചന നൽകിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഈ പറയുന്ന വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ആനന്ദ് ചില സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജുകളൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, നിലവിലുള്ള BJP അവിടെയുള്ള ലോക്കൽ പ്രവർത്തകർക്കും ഒക്കെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ കുറച്ചുകൂടി മണ്ണും മാഫിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് BJP നേതൃത്വത്തിന് എന്നൊക്കെ ഉള്ള തരത്തിൽ. അതുകൊണ്ടാണ് ആ തരത്തിൽ എന്നെ മാറ്റിയിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ളത് വരുന്നു. ഇതിൽ ശരിക്കും എന്തുകൊണ്ടൊരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ച് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് നിസ്സാരവൽക്കരിക്കാം. പക്ഷേ അവിടെ ചില വിഷയങ്ങളുണ്ട്. ഇതിനു മുന്നേ നമുക്കറിയാം, തിരുമല അനിൽകുമാറിന്റെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് BJPക്ക് ഇപ്പോഴും നിലവിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കാത്തിരിക്കുന്ന BJP സാരമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അനിൽകുമാറിന്റെ മരണം. അത് ഇപ്പോഴും ജനം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അനിൽകുമാർ ഇപ്പോൾ ഈ പറയുന്ന ആനന്ദിനെ പോലെ തന്നെ നല്ലൊരു ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അനിൽകുമാർ. ഇപ്പം തിരുമല മാത്രമല്ല, ഇങ്ങോട്ട് പേരുകൂട, ജഗതി, ഈ പറയുന്ന കവടിയാറൊക്കെ ഭാഗങ്ങളിൽ അനിൽകുമാറിനെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏത് സമരത്തിന് മുൻപന്തിയിലുള്ള വ്യക്തി തന്നെയായിരുന്നു. അനിൽകുമാറിന്റെ മരണം ഇത്തരത്തിൽ മറ്റൊരു തരത്തിലാണ്. കാരണം ഈ പറയുന്ന സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി BJP സുഹൃത്തുക്കൾക്ക് പണം നൽകുകയും സാമ്പത്തിക ഇടപാടിൽ കോടിക്കണക്കിന് രൂപ അനിൽകുമാറിന് നഷ്ടമാകുന്ന ഘട്ടത്തിൽ വരുന്നു. തിരിച്ചടയ്ക്കാനാകാതെ വരുന്നു, കടക്കണിയിലാവുന്നു. BJPയിലെ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ അറിയിക്കുന്നു. പക്ഷെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ഒപ്പം തന്റെ അഭിമാനം പണയം വെക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു. ഒന്ന് നോക്കൂ, BJP പ്രവർത്തനാണ് ഒന്നും ഒരുപക്ഷെ കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ പ്രവർത്തകന് വേണ്ടി എന്നുള്ളത് അവിടെ നിസ്സഹായമായിട്ട് കണ്ടു നിൽക്കുന്ന മറ്റുള്ള പ്രവർത്തകർ. രണ്ടാമത് ഇപ്പോൾ വരുന്ന ആനന്ദിന്റെ മരണം, ഇതും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനാണ്, തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്താണ്. അപ്പൊ ഇത്തരത്തിൽ ആനന്ദും വലിയൊരു പ്രവർത്തനം, അയച്ച മെസ്സേജ് കുടുംബങ്ങൾക്ക് അയച്ചത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാനൊരു RSS BJP പ്രവർത്തനമായതിൽ വളരെ നിരാശയുണ്ട്. ഞാൻ ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ RSS പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതം ഇത്തരത്തിലാക്കാൻ കാരണം, ഞാൻ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണം എന്നുള്ളത്. ഒരു പക്ഷെ അതിതീവ്രമായത് പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിക്ക് വേണ്ടി വർഷങ്ങൾ തൻ്റെ ജീവിതം ബലികഴിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നോണം സമയങ്ങൾ കളയുകയൊക്കെ ചെയ്തിട്ട് അവസാനം മറ്റൊരു പെട്ടെന്ന് വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന മണ്ണ് മാഫിയയുമായിട്ട് BJPക്ക് ബന്ധമുള്ളത് കൊണ്ട് അവർ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്ന് പറയുമ്പോഴും അപ്പോൾ ഉണ്ടാവുന്ന വിഷമം, പെട്ടെന്നുണ്ടായ വിഷമത്തിലായിരിക്കാം മരണപ്പെട്ടത്. മരണം ഒന്നിന് കാരണമല്ല, സൂയിസൈഡ് അല്ലേ. കാരണം ഇത്തരത്തിലുള്ള കാര്യത്തിൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് പാർട്ടി വിടണമായിരുന്നു. അല്ലാതെ ഈ പറയുന്നത് പോലെ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു അഭിമാനം, കുറച്ചൊരു ഇതൊക്കെ വേണം. നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ നഷ്ടം ആർക്കാണ്? അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ഒക്കെയാണ് നഷ്ടം. അത് ഈ പറയുന്ന BJP പാർട്ടിക്കല്ല നഷ്ടം, അവരുടെ കുടുംബത്തിനാണ് നഷ്ടം. പാർട്ടിക്ക് എന്താണ്, പാർട്ടി ഇതിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് പിന്മാറും. പക്ഷെ ഇതിൽ നിന്ന് ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിന് കൊതിക്കവർ കാരണം ആത്മഹത്യ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ പരോക്ഷമായിട്ടെങ്കിലും BJPക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിലും മറ്റൊരു ചില വിഷയങ്ങൾ ആനന്ദ് അവിടെ ഉന്നയിക്കുന്നുണ്ട്. മാഫിയുമായിട്ടുള്ള ബന്ധം, വിനോദ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നുള്ളത്, മറ്റു പല സംഭവങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ എന്താണ് അതിന്റെ രഹസ്യം? ഇതൊക്കെ ഒരു പക്ഷേ BJP നേതൃത്വം പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു പ്രതിസന്ധിയിലേക്ക് പോകുകയാണ് BJP. നമുക്കറിയാം, ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു നേതൃത്വത്തിൽ BJP തിരുവനന്തപുരത്ത് വളരെ വലിയൊരു ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പോലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തിരുവനന്തപുരത്തെ വികസനത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുക. ഇപ്പോ ആര്യ രാജേന്ദ്രനൊക്കെ പറയുന്നുണ്ട്, തിരുവനന്തപുരം
മണ്ഡലം പൂർണ്ണമായിട്ട് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ തലസ്ഥാനത്തെ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഇതല്ല യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റിയതിന് ശേഷം ഉണ്ടാകുന്നതാണ് വികസനം. അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗത്തെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ അടക്കം കൂടെ ചേർത്തുകൊണ്ട് ഈ തവണത്തെ ഭരണം കയ്യിലാക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസമാണ് ഇവിടെ തകർന്നടിയുന്നത് എന്നല്ലേ? ഇവിടെ ഇന്ന് ഇപ്പോൾ ഏഷ്യൻറ്റിൽ അവതാരം പറയുകയും ചെയ്തു. രാവിലെ മുതൽ ഞാൻ ഈ പറയുന്നോളം വാർത്തകൾ വായിക്കുന്നതിനിടയിലൂടെ വളരെ രസകരമായിട്ടാണ് ഈ കാര്യങ്ങൾ, സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അത് കോൺഗ്രസിലും CPM-ലും BJP-ലും ഉണ്ടാകുന്ന തർക്കങ്ങൾ മൂലം പലരും പല പാർട്ടികളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്കേറിയത് ഉൾപ്പെടെ തമാശ രൂപത്തിൽ പറഞ്ഞത് ഇപ്പോൾ വൈകുന്നേരം എത്തിയപ്പോൾ അത് ഒരു വിഷമം ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് മാറി എന്നുള്ളത്. രാവിലെ കുറെ നേതാക്കൾ CPM-ൽ കോൺഗ്രസിലോട്ട് പോയി, കോൺഗ്രസിന് ഇപ്പൊ പാലക്കാട് BJP തമ്മിലടിയാണ്. ഒന്ന് കൃഷ്ണകുമാർ പക്ഷം, ഒന്ന് പ്രമിള പക്ഷം, അങ്ങനെ 2 പക്ഷമായിരിക്കുന്നു. അവിടെ തമ്മിലടിയാണ്. പലരും അതിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ CPM-ലേക്ക്, കോൺഗ്രസിൽ നിന്ന് കുറച്ച് പേര് CPM-ലേക്ക് മാറിയതായിട്ടുള്ള വാർത്ത കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പല നേതാക്കളും കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ അങ്ങോട്ട് പിന്നാലെ പരിശോധിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുന്നു, അവരെ നിർത്തുന്നു, മറ്റുള്ളവർ നിൽക്കുന്നു, ഈ രീതിയിലാണ് പോയിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും തങ്ങളെ ആക്കും എന്നുള്ള രീതിയിൽ നിന്നിട്ട് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് പിറകെ പാർട്ടി മാറുക. അങ്ങനെ ഒരു പാർട്ടി എങ്ങനെയാണ് ഒരാൾ നിൽക്കുന്നത്? പാർട്ടി എന്ന് പറയുന്ന അതിലെ ആശയങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു വിശ്വാസമാണത്. അത് ഈ പറയുന്ന പദവിയിലേക്കുള്ള ഇതല്ലല്ലോ, പദവിക്ക് വേണ്ടിയിട്ടുള്ള ഇതല്ലല്ലോ. അതിനപ്പുറം പാർട്ടിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ജനനന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക. അത് ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഒരു കസേര ഇരുന്നുകൊണ്ട് ചെയ്യണമെന്നില്ല. സാധാരണ ഒരു നേതാവിന് ചെയ്യും. എത്രയോ വർഷങ്ങളായിട്ട് ആയുഷ്കാലം മുഴുവനും പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഒന്നും ആവാതെ പോയ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എനിക്കും വേണം സീറ്റ് എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നു. ഇത് പലരെയും എന്ത് ചെയ്യുന്നു, പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാകുമ്പം എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നുള്ള രീതിയിൽ പോകുന്ന യഥാർത്ഥ പാർട്ടി പ്രവർത്തനമല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ കടകംപള്ളി കഴക്കൂട്ടം വാർഡിൽ ഇത്തരത്തിൽ ഒരു CJP കൂട്ടുകെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് വന്നു, CPM നേതാവ് വന്നു. അപ്പൊ അത് ഇത്തരത്തില് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിന്റെ പേരിൽ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്നതാണെന്നുള്ള അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അതിപ്പോൾ അധികമായിട്ട് ഒരു ആത്മഹത്യ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അധികാരത്തിന്റെ നഷ്ടമാണോ, അധികാരത്തിന്റെ മോഹമാണോ, അല്ലെങ്കിൽ ഇത്രയും നാൾ പ്രവർത്തിച്ചതിൽ അല്ലെങ്കിൽ തനിക്ക് കിട്ടാനുള്ള സ്ഥാനം തന്നില്ല എന്നുള്ളതിന്റെ ഇതാണോ എന്നൊക്കെ ഉള്ള നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ മനസ്സൊക്കെ പോകുന്ന വഴികളെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തകർക്ക്, അതായത് പ്രധാനപ്പെട്ട ചില ചാനലുകൾക്കൊക്കെ ആത്മഹത്യ കുറിപ്പ് എന്ന് തോന്നുന്നൊരു സന്ദേശം കൂടെ അയച്ചിട്ടുണ്ട് എന്നും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കൂടുതൽ വിവരങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണ് എന്നത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. പക്ഷെ ഇതിനിടയിൽ നമുക്ക് നോക്കേണ്ടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-യുടെ തമ്മിലടി, അല്ലെങ്കിൽ BJP-ക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ ആനന്ദ് മാത്രമല്ല ഒരു ഉദാഹരണം. മുടവൻ മുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയും ചില തർക്കങ്ങളുണ്ട് എന്ന സൂചനയുണ്ട്. ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നു. BJP മുടവൻ മുകൾ വാർഡിൽ തർക്കമുണ്ടായി എന്ന് പറയുന്നു. രാജ്കുമാർ രാജിവെക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് വാർത്ത വന്നത്. പക്ഷേ ആ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്കുമാർ തന്നെ ആ പത്ര കട്ടിംഗ് അടക്കം ഷെയർ ചെയ്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. പക്ഷേ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ ചില സംശയങ്ങളുണ്ട്. അതായത് സ്ഥാനാർത്ഥിത്വത്തില് എല്ലാവരും ഒരേപോലെ തൃപ്തരല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ, പക്ഷേ പാർട്ടി വിട്ട് രാജി എന്നത് തീരുമാനിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത വളരെ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുടവൻ മുകൾ വാർഡിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എന്റെ രാജിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ നേതാക്കളോ മണ്ഡലം നേതാക്കളോ ഒന്നും തന്നെ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് BJP ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരാൾ ആത്മഹത്യയിലേക്കും പോയിരിക്കുന്നത്.
രക്ഷപ്പെടുമെന്നായിരുന്നു കരുതിയത്. കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ വരെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇപ്പോ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവരുന്നു. അതായത് BJP-യിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പാകപ്പിഴവുകൾ അല്ലെങ്കിൽ ചുവട് പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. കാരണം സ്ഥാനാർത്ഥി നിർണയത്തില് ചില പാകപ്പിഴകള് ചില ഇടതുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ കുറച്ചുകൂടി പാർട്ടികൾ ഏത് പാർട്ടിയാണെങ്കിലും കുറച്ചുകൂടി സംയമനം പാലിച്ച് കൃത്യമായിട്ട് അതിന്റെ റൂട്ട്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം സഹകരിക്കുന്നത് ആര്, അവരുടെ ഇടയിലേക്ക് കുറച്ചുകൂടെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ആര് എന്നൊക്കെ ഉള്ളത് നോക്കിയും കണ്ടുമൊക്കെ വേണം. കുറച്ചുകൂടി എന്തൊക്കെ ആ ഒരു നാട്ടിൽ വികസനം ചെയ്യാൻ പറ്റും, പാർട്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കി കുറച്ചുകൂടി പാർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്നവരെ വേണം നിൽക്കാൻ. അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വരുന്ന കുറച്ച് ഫെയിം ആയിട്ടുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇടപാടുകളുള്ള വ്യക്തിയോ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികളെയൊന്നും അല്ല വേണ്ടുന്നത്. അപ്പൊ അതിലൊക്കെ കുറച്ചും കൂടി തീരുമാനം എടുക്കേണ്ടിയിരുന്നു. കാരണം ഈ ഒരു മരണം തന്നെ നമ്മൾ അതിലേക്ക് ഒക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പലർക്കും വലിയ വേദനാജനകമാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ തിരിച്ച് പാർട്ടിയിൽ നിൽക്കുന്നവർ കൂടി ഒന്ന് ചിന്തിക്കണം, ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല, അധികാരമോഹത്തിനല്ല. ചിലവർക്ക് കഴിവുകൾ കുറവായിരിക്കും, പക്ഷെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. പക്ഷെ ചിലവർക്ക് ചില കാര്യങ്ങളിൽ കഴിവുണ്ടായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. ചില കഴിവുകൾ കൊണ്ട് അവർ പെട്ടെന്ന് കയറി പോകുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതിനായിട്ട് ഹോമിക്കരുത്. എന്തെല്ലാം ജോലികളുണ്ട് മറ്റുള്ള രീതിയിലേക്ക് പോകാം. ഇപ്പം ആനന്ദിന്റെ കാര്യത്തിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷെ ഇതിനി തിരുവനന്തപുരം കോർപ്പറേഷനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. കാരണം തീർച്ചയായിട്ടും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അനിൽകുമാറിന്റെ മരണം, ഇപ്പൊ ആനന്ദിന്റെ മരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപക്ഷെ BJP അനുഭാവികളുടെ ഇടയിൽ വല്ലാത്തൊരു മുറിവായിരിക്കും സൃഷ്ടിക്കുന്നത്. അവരുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ വല്ലാത്തൊരു മുറിവ് തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആനന്ദ് ഉന്നയിച്ചിരിക്കുന്ന പല വിഷയങ്ങൾ, മാഫിയ ബന്ധം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി BJP-യുടെ നേതൃത്വം പറഞ്ഞെങ്കിലേ പറ്റൂ. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറയണം ഇതെങ്ങനെ ഇനി അവർ ഇതിനെ അടിച്ചൊതുക്കി ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളത് അറിയില്ല. LDF-ന് പൊതുവെ ഒരു ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ആര്യയുടെ ഭരണമൊന്നും അത്ര ജനങ്ങൾക്ക് തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് LDF-ന് കുറഞ്ഞിട്ടുണ്ട്. ആ LDF-ന് കൊടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ സ്ലീപ്പർ വോട്ടുകൾ ഒരുപക്ഷെ അത് ഉണർന്നെഴുന്നേക്കുകയും തിരിച്ച് കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പോരാട്ടം വരുന്നത് കോൺഗ്രസ് BJP പോരാട്ടമായിരിക്കും വരുന്നത്. ഇങ്ങനെ കോൺഗ്രസ് BJP പോരാട്ടത്തിനിടയിൽ ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വലിയൊരു ഒരു വടി തന്നെയാണ്, BJP-ക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വടി തന്നെയാണ് ഇപ്പോൾ ആനന്ദിന്റെ മരണം. അത് പ്രതിപക്ഷം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള തരത്തിലും അറിയത്തില്ല. അവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള തരത്തിലായിരിക്കും BJP-ക്ക് സാരമായി ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം ഓരോ വാർഡുകൾ തോറും കയറി ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾ ഇതൊക്കെ ഒരുപക്ഷെ BJP-യുടെയും LDF-ഉം കാണിച്ചിട്ടുള്ള എല്ലാ പ്രക്രിയകളും തൂത്തുവാരി എറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അവർ വോട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ BJP ആകെപ്പാട് പ്രതീക്ഷയുള്ള ഒരു നഗരസഭയായിരുന്നു, കോർപ്പറേഷനായിരുന്നു തിരുവനന്തപുരം. അതേപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോടും തിരുവനന്തപുരമാണ് പ്രധാനപ്പെട്ടതായിട്ടും BJP ഇങ്ങനെ നോട്ടമിട്ടിരുന്നത്. പക്ഷെ ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള അറിയില്ല. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഇതിന്റെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിന്റെ മനസ്സിനെ എന്തോ വലിയ രീതിയിൽ എന്തോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനി കൂടുതൽ അന്വേഷണത്തിലൊക്കെ തെളിയുന്നതായിരിക്കും. ഈ പറയുന്നത് പോലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച, മരിക്കുമ്പോൾ പോലും ഞാനൊരു BJP-കാരനാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരാളാണെങ്കിലും അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തകർക്ക് ചില കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ടെന്ന്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ മൃതദേഹം എവിടെ സംസ്കരിച്ചാലും എവിടെ വെച്ച് ആരെ കാണിച്ചു കഴിഞ്ഞാലും ഒരു BJP-കാരനോ RSS-കാരനോ എന്റെ മൃതദേഹം കാണിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മഹത്യ കുറിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ്. അത് തന്നെയാണ് ഞാൻ ചിന്തിച്ചത് മേഘ. കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ മറ്റേതെങ്കിലും ഒരു ഭാഗമാക്കും അല്ലെ. BJP-യിൽ സ്വാഭാവികമായിട്ട് കടന്നു വരുന്നവർക്കൊക്കെ ഒരു നിശ്ചിത ലെവലൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അദ്ദേഹത്തിന് അത്രമാത്രം മനസ്സിനെ പിടിച്ചു വിളിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ അന്വേഷണത്തിലായിരിക്കും തെളിയുന്നത്. കൂടുതൽ ഒരുപക്ഷെ അവരുടെ കുടുംബക്കാർക്ക് നന്നായിട്ട് അറിയായിരിക്കും, അവർ വ്യക്തമാക്കും. അടുത്തിടപെടുന്ന സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. വരുന്ന മണിക്കൂറുകൾ ഏതായാലും നമുക്ക് അതിന്റെ അപ്ഡേഷൻ കിട്ടും.